ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ ഉള്ള വേദഭാഗങ്ങളിൽ വിശ്വപ്രസിദ്ധമായ ധൂർത്തുപുത്രൻ്റെ ഒരു കഥ നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുള്ളത് നാം പലപ്പോഴായിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പൻ്റെ വീട്ടിലെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒന്നും ആ ചെറുപ്പക്കാരന് ഇഷ്ടമായിരുന്നില്ല. താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് തൻ്റെ അപ്പൻ തടസ്സമാണെന്നുള്ള ചിന്തയിൽ താൻ എന്താഗ്രഹിച്ചാലും അത് ചെയ്യണം എന്നുള്ള വാശിയിൽ തൻ്റെ പിതാവ് അടുത്തുണ്ടാകരുത് എന്ന് ആഗ്രഹിച്ച ഒരു മകൻ. അതുകൊണ്ടാണ് ഇളയവൻ അപ്പനോടപ്പ ആ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞ് അപ്പനോട് മുതൽ ചോദിച്ചു വാങ്ങുന്നത്. അപ്പൻ മുതലെല്ലാം പകുത്തു കൊടുത്തതിന് ശേഷം ഏറെ നാൾ കഴിയും മുമ്പേ അയാൾ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായിട്ട് ജീവിച്ചു. എന്തും ചെയ്യാൻ ഇപ്പോൾ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആളുകൾ ചിന്തിക്കുന്നത് ഇതൊക്കെയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നാണ്. ദൈവഹിതത്തിന് വിരുദ്ധമായി സ്വന്തം ബുദ്ധിക്ക് ഒത്തവണ്ണം താൻ പദ്ധതിയിടുന്ന കാര്യങ്ങൾ തടസ്സപ്പെടുത്തുവാൻ ആരും ഉണ്ടാകാത്ത ഒരവസ്ഥയ്ക്കാണ് പലരും സ്വാതന്ത്ര്യം എന്നൊക്കെ വിളിക്കുന്നത്. എന്നാൽ അതാണോ യഥാർത്ഥ സ്വാതന്ത്ര്യം? ദൈവത്തെ വിട്ട് ദൂരദേശത്തേക്ക് ആളുകൾ പോകുന്നത് എന്തിനായിരിക്കും? ദൈവത്തിൽ നിന്നുള്ള ഒരു നിയന്ത്രണവും അവർ ആഗ്രഹിക്കുന്നില്ല. തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന താല്പര്യമാണ് അവർക്ക് എപ്പോഴുമുള്ളത്. തങ്ങളെ ആരും നിയന്ത്രിക്കുവാൻ അവരിഷ്ടപ്പെടുന്നില്ല. നിയന്ത്രണമില്ലാത്ത ഒരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് വാസ്തവത്തിൽ അപ്പൻ്റെ വീട് വിട്ട് ദൂരദേശത്തേക്ക് പോകുന്നത്. ഇന്നും ദൈവത്തെ ഉപേക്ഷിച്ച് ദൂരദേശത്തേക്ക് പോകുന്ന ഓരോ വ്യക്തികളും നയിക്കുന്ന ജീവിതം ഭ്രാന്തമായ ജീവിതമാണ്. ഒരുപക്ഷെ അവർ ധാരാളം സമ്പാദിക്കുന്നുണ്ടാവും. അവരുടെ സമയം, ശക്തി, കഴിവ്, ചിന്താശേഷി മുതലായവയെല്ലാം വ്യർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം അവർ ഉപയോഗിക്കുന്നത്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അങ്ങനെയുള്ളവരെ ദൈവം വിളിക്കുകയാണ്. നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവീൻ എന്ന് ദൈവം അവരെ വിളിക്കുകയാണ്. വാസ്തവത്തിൽ ഇങ്ങനെ പോകുന്ന മനുഷ്യർ എത്രമാത്രം ശൂന്യത അനുഭവിക്കുന്നവരാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സഭാപ്രസംഗിയുടെ പുസ്തകം 2-ാം അധ്യായം 4 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തി: ഞാൻ മഹാപ്രവൃത്തികളെ ചെയ്തു, എനിക്ക് അരമനകളെ പണിതു, മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി, ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി, അവയിൽ സകലവിധ ഫലവൃക്ഷങ്ങളും നട്ടു, വൃക്ഷം വെച്ച് പിടിപ്പിച്ചിരുന്ന തോപ്പ് നനപ്പാൻ കുളങ്ങൾ കുഴിപ്പിച്ചു, ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി, വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കണ്ണ് ആഗ്രഹിച്ചതൊന്നും അതിനെ നിഷേധിച്ചില്ല, എൻ്റെ ഹൃദയത്തിന് ഒരു സന്തോഷവും ഞാൻ വിലക്കിയില്ല. എന്നിട്ട് താൻ പറയുകയാണ്, ഞാൻ എൻ്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി
എല്ലാം മായയും വൃഥാപ്രയത്നവും അത്രേ. കാറ്റിനെ പിടിക്കുവാൻ കാറ്റിൻ്റെ പുറകെ ഓടുന്ന ഒരു മനുഷ്യനെ പോലെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ട് ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുവാൻ ആഗ്രഹിക്കാതെ, ആരെയും തൻ്റെ ജീവിതം നിയന്ത്രിക്കുവാൻ അനുവദിക്കാതെ ധൂർത്തപുത്രനെ പോലെ ദൂരദേശത്തേക്ക് പോയി ബോധിച്ചതുപോലെ ജീവിക്കുന്ന ഓരോ മനുഷ്യനും, ദൈവത്തെ വിട്ടു പോകുന്ന എല്ലാ മനുഷ്യൻ്റെയും ഒരു ചിത്രം നമുക്ക് ഈ വചനത്തിൽ കാണുവാൻ സാധിക്കും. അപ്പൻ്റെ വീട്ടിൽ നിയമങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ അപ്പൻ്റെ വീട് പോലെ, അപ്പൻ്റെ സ്നേഹം പോലെ, അപ്പൻ്റെ സാന്നിധ്യം നൽകുന്ന സന്തോഷം പോലെ മറ്റൊരു സ്ഥലം ഇല്ല എന്ന് ഈ ഇളയ മകൻ മനസ്സിലാക്കുവാൻ താമസിച്ചു പോയി. ദൈവത്തെപ്പോലെ കരുതുകയും സ്നേഹിക്കുകയും സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും കണ്ണുനീരൊപ്പുകയും ചെയ്യുന്ന ഒരു സ്വർഗീയ പിതാവിനെ വിട്ടിട്ടാണ് മനുഷ്യൻ തൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ലോകത്തിൻ്റെ മായാസുഖങ്ങൾ തേടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപകടമാണ് ഈ യാത്ര. ധൂർത്തപുത്രന് സുബോധം വന്നപ്പോൾ അവൻ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചും അപ്പനെക്കുറിച്ചും ഒക്കെ ഓർത്തതുപോലെ ദൈവത്തെക്കുറിച്ച് നാം ചിന്തിക്കണം. ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരണം, അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അല്ലാതെയുള്ള നമ്മുടെ ജീവിതം കാറ്റിനെ പിടിക്കുവാൻ അതിൻ്റെ പുറകെ ഓടുന്ന മനുഷ്യനെ പോലെയാണ്. അതൊരിക്കലും നമുക്ക് പിടിതരുന്നില്ല. അതുകൊണ്ട് എല്ലാം മായ എന്നെണ്ണിക്കൊണ്ട് നിത്യമായ ദൈവികമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണം.